ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. ദീപക് അംബികയോട് പറയുക, അമ്മേ അവരെൻ്റെ മുഖത്തോട്ട് നോക്കി എൻ്റെ കണ്ണിൽ നോക്കി തന്നെ പറഞ്ഞമ്മേ എൻ്റെയും ഹൃതികയുടെയും കല്യാണം നടത്തത്തില്ലെന്ന്. അവൾ അങ്ങനെ പറഞ്ഞോടാ? പറഞ്ഞമ്മേ, പറഞ്ഞ്. എടാ, അപ്പം തന്നെ അവളുടെ മുഖത്ത് നോക്കി നിനക്ക് രണ്ടെണ്ണം പൊട്ടിക്കാൻ വയ്യായിരുന്നോ? പിന്നെ പൊട്ടിക്കാൻ പോയിട്ട് അവരുടെ നോട്ടവും ഭാവവും ഒക്കെ കണ്ടപ്പോൾ ഞാൻ ഓർത്തെന്നെ അപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന്. അംബിക പറയുക, എൻ്റെ ദൈവമേ ഇവൻ എന്തൊക്കെയായി പറയുന്നേ? ഈ മുഖത്ത് ആരോടും ഒന്നും മിണ്ടാതെ തലയുയർത്തി നടക്കാൻ പോലും ധൈര്യമില്ലാത്ത പത്മാവതി. എടാ ദീപക്കെ, നിന്നെ പേടിപ്പിച്ചു എന്ന് പറയുന്നത് എനിക്കങ്ങോട്ട് വിശ്വസിക്കാനാവുന്നില്ല. ദീപക്കനാണെങ്കിൽ ഇപ്പോഴും അവൻ്റെ വിറയിൽ മാറിയിട്ടില്ല. എന്നാലും ഇതെങ്ങനെ സംഭവിച്ചു? എടാ ദീപക്കെ, അവള് ബുദ്ധിമതിയാ. നിന്നെ അവള് ശരിക്കും പറ്റിച്ചതാ മോനെ. അമ്മ എന്തോന്നമ്മേ പറയുന്നത്? എന്നെ പറ്റിച്ചെന്നോ? അതേ മോനെ, ഞാൻ നിന്നോട് പത്മാവതിയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളിൽ ഒരു കാര്യം നീ മറന്നു. എന്ത് കാര്യവും അമ്മേ? എടാ, അവളൊരു മികച്ച നർത്തകിയായിരുന്നു. അതിനോടൊപ്പം തന്നെ അവളൊരു നല്ല അഭിനേത്രി. നിന്റെ മുൻപിൽ അവൾ പെട്ടുവെന്ന് മനസ്സിലാക്കിയപ്പോൾ അവസാന രക്ഷാശ്രമം എന്ന പോലെ അവൾക്കറിയാവുന്ന അവളുടെ നടനം നിന്റെ മുൻപിലൊന്ന് പുറത്തെടുത്തതാ. അയ്യോ, എൻ്റെ മോൻ അത് കണ്ടങ്ങ് പേടിക്കുകയും ചെയ്തു. അന്നേരം ആ പൊട്ടൻ ദീപക്ക് പറയുക, അയ്യേ അവരപ്പോൾ അങ്ങനെയൊക്കെ സംസാരിച്ചത് അഭിനയമായിരുന്നോ? എടാ, അത് ഉറപ്പല്ലേ? നീ വിചാരിക്കുന്നത്ര ഗഡ്സും പവറും ഒന്നും അവൾക്കില്ല. നിന്റെ മുഖത്ത് നോക്കി അവൾ വെല്ലുവിളിച്ചപ്പോൾ നീ ഒരൊറ്റ അടി അങ്ങോട്ട് കൊടുത്തിരുന്നെങ്കിൽ അവൾ അവിടെ കിടന്നേനെ. അതിനെനിക്കപ്പോൾ കഴിയുമായിരുന്നില്ലമ്മേ. അഭിനയം കൊണ്ട് മാത്രമല്ലമ്മേ, തന്ത്രം കൊണ്ടും അവരെന്നെ കീഴ്പ്പെടുത്തി കളഞ്ഞു. ഞാനാണെങ്കിൽ അവരെ ആദ്യം തന്നെ ഒന്ന് ശരിക്കും ഒന്ന് വിരട്ടാൻ നോക്കിയതാ. പക്ഷെ അതിനുവേണ്ടി ഞാൻ സംസാരിച്ചതൊക്കെ അവരങ്ങ് ഫോണിലങ്ങ് റെക്കോർഡ് ചെയ്തു. എന്നിട്ട് ആ റെക്കോർഡ് അമ്മാവൻ അയച്ചു കൊടുക്കുമെന്നൂടി പറഞ്ഞപ്പോൾ എനിക്ക് പിന്നെ അവരോട് ഒരു വാക്ക് പോലും സംസാരിക്കാൻ ധൈര്യം ഉണ്ടായില്ല. ദീപക്കെ, നീ എന്തുവാ പറയുന്നേ? നീ അതിര് വിട്ട് സംസാരിച്ചു എന്ന് വെച്ചാൽ? അവർ പറഞ്ഞതുപോലെ അമ്മാവൻ ആ വീഡിയോ എങ്ങാണോ അയച്ചു കൊടുത്താൽ ഞാനും അമ്മയും പിന്നെ ഈ വീട്ടിൽ നിന്ന് തന്നെ പുറത്താകും. അതിനും മാത്രമൊക്കെ ഞാൻ അവരോട് സംസാരിച്ചമ്മേ. എടാ ദീപക്കെ, നീ പറഞ്ഞതൊക്കെ അവൾ റെക്കോർഡ് ചെയ്തെന്നുള്ളത് ഉറപ്പാണോ? ഉറപ്പാമ്മേ, അവരെന്നെ കാണിക്കുകയും ചെയ്തു. അവരാ വീഡിയോ കാണിച്ചെന്നെ ഭീഷണിപ്പെടുത്തിയപ്പോൾ എനിക്ക് ഒന്നും മിണ്ടാൻ പറ്റിയില്ലമ്മേ. നീ എന്താ കാണിച്ചു വെച്ചതെന്നൊക്കെ നിനക്ക് വല്ലതും അറിയാവോ? അവളെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി ഞാൻ മെനഞ്ഞ തന്ത്രങ്ങൾക്കോ പ്രതാപനെതിരെ ഞാൻ ഇന്ന് വരെ ചെയ്ത ഒരു കാര്യങ്ങൾക്കോ ഇതുവരെ ഞാൻ ഒരു തെളിവും അവശേഷിപ്പിച്ചിട്ടില്ല. പക്ഷേ നീ വളരെ നിസ്സാരമായി ചെയ്തു തീർക്കേണ്ട കാര്യത്തിന് പോയിട്ട് സ്വന്തം തല കൊണ്ടുപോയി കൂട്ടിനകത്ത് വെച്ചു കൊടുത്തിട്ട് വന്നു. അമ്മേ, അതിനിങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ ഓർത്തോ? അവരാ കാണിച്ചതൊക്കെ അഭിനയമായിരുന്നെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഫോൺ വാങ്ങിച്ച് തല്ലിപ്പൊട്ടിച്ച് കളഞ്ഞേനെ. നടന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ടേ എടാ ദീപക്ക, ഇനി ഒരു കാര്യമില്ല. ഇനി എന്താ ചെയ്യാനുള്ളതെന്ന് നീ ആലോചിക്ക്. അമ്മേ, ഞാനതിന് എന്താമ്മേ ഇനി ചെയ്യേണ്ടത്? അത് എന്നോടാണോടാ നീ ചോദിക്കുന്നത്? അവൾ എവിടെ താമസിക്കുന്നതെന്നെങ്കിലും നീ കണ്ടുപിടിച്ചോ? ഇല്ലമ്മേ. എന്നാൽ നീ ആദ്യം പോയി അത് കണ്ടുപിടിക്ക്. എന്നിട്ടേ അവളുടെ ഫോൺ പിടിച്ചു വാങ്ങി ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ നോക്ക്. ഞാൻ ഇപ്പം തന്നെ പോയി ചെയ്യാമേ എന്നും പറഞ്ഞ പൊട്ടൻ ദീപക്ക് പോകുന്നുണ്ട്. അംബിക എഴുതുകൊണ്ട് അടുത്ത ഒരു ഗൂഢതന്ത്രം ആലോചിക്കുവാണ്. പത്മാവതിയെ ഒതുക്കുന്നതിനോടൊപ്പം തന്നെ ഉറപ്പിക്കേണ്ട മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. അങ്ങനെ അംബിക എന്തൊക്കെയോ പ്ലാൻ ചെയ്തുകൊണ്ട് പുറത്തോട്ട് വന്നിരിക്കുവാണ്. ആ സമയത്ത് രമ്യ അവളുടെ അമ്മ രുക്മിണിയെയും പിടിച്ചുകൊണ്ട് വരുന്നുണ്ട്. രുക്മിണി രമ്യയോട് പറയുന്നു, ഛേ, ഇവരെ കാണാൻ വേണ്ടിയാണോടി നീ എന്നെ ധൃതി പിടിച്ച് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്? എൻ്റെ അമ്മയെ എനിക്ക് അറിയാൻ വയ്യാത്തത് കൊണ്ട് ചോദിക്കുക. അമ്മയ്ക്ക് അംബിക മേഡത്തിനോട് എന്തെങ്കിലും വ്യക്തിവൈരാഗ്യം ഉണ്ടോ? എനിക്കെന്തോന്നാ പെണ്ണുമ്പിള്ളയോട് വ്യക്തിവൈരാഗ്യം കാണിക്കാന്? അമ്മ ഇങ്ങനെ വല്ലരെയും കാണുന്നതിന് മുമ്പ് ഇങ്ങനെ കുശുമ്പ് പറയാതമ്മേ. അമ്മ പറയുന്നതൊക്കെ അംബിക മേഡം കേട്ടാലേ അവർക്ക് എന്തു തോന്നും? അവളുടെ ഒരു അംബിക മേഡം. അമ്മ ഒന്നും മിണ്ടാതെ എന്നോടൊപ്പം വാ. അംബിക അവരോട് ചോദിക്കുന്നു, എന്തുവാ അമ്മയും മകളുടെ ഒരു കുശല പ്രശ്നങ്ങളൊക്കെ? അയ്യോ, പ്രത്യേകിച്ചൊന്നും ഇല്ല മേഡം. ഞാനേ അമ്മയുടെ അംബിക മേഡത്തിനെ കാണാനാ വരുന്നതെന്നൊന്നും പറഞ്ഞില്ലായിരുന്നു. അതിൻ്റെ ഒരു പരിഭവം പറച്ചില്ല. അല്ല, എന്തൊക്കെയുണ്ട് രുക്മിണി വിശേഷങ്ങൾ? ഓ, എന്തോന്ന് വിശേഷം? എന്താ രുക്മിണിക്കൊരു സന്തോഷമില്ലാത്ത പോലെ? രുക്മിണി ഉടനെ പറയുക, നിങ്ങളൊക്കെ പറയുന്നത് കേട്ടും പിന്നെ ദാണ്ട് ഇവളുടെ നിർബന്ധത്തിനും രാജീവായിട്ടുള്ള ഇവളുടെ വിവാഹത്തിന് ഞാൻ സമ്മതിച്ചു. അംബികയ്ക്ക് എന്താ? ഋതികയെ അംബികയുടെ മകൻ കെട്ടുന്നതോടെ ഇട്ടുമൂടാനുള്ള സ്വത്തല്ലേ കയ്യിലോട്ട് വരുന്നത്? എൻ്റെ മകളുടെ ജീവിതമല്ലേ ആ കുടുംബത്തിൽ കിടന്ന് നരകിക്കാൻ പോകുന്നത്? അമ്മ എന്തൊക്കെയാ അമ്മേ പറയുന്നേ? എടി, നീ മിണ്ടരുത്. രമ്യയെ, രുക്മിണിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ പറയട്ടെ. പറയൂ അംബികയെ. ഏത് കൊമ്പത്തെ തമ്പുരാട്ടിയാണെങ്കിലും രുക്മിണിക്ക് പറയാനുള്ളത് മുഖത്ത് നോക്കി തന്നെ പറയും. രുക്മിണി അങ്ങനെ പറഞ്ഞത് അംബികയ്ക്ക് അത്ര സുഖിച്ചിട്ടില്ല കേട്ടോ. എത്ര നിർഗുണനായാലും നിങ്ങളുടെ മകൻ ആ ദീപക്കിനെ കൊണ്ട്
എൻ്റെ മകൾ രമ്യയെ കെട്ടിക്കണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്കൊരു സന്തോഷമായേനെ. കാരണം എന്താന്ന് വെച്ചാലേ അവന് 10 തലമുറയ്ക്ക് ലാവിഷായിട്ട് ജീവിക്കാനുള്ള ആസ്തിയുണ്ട്. ആ രാജുവിൻ്റെ കൂടെ ഇവളെ ഇറക്കി വിടുന്ന കച്ചവടത്തിലേ ഈ രുക്മിണിക്ക് നഷ്ടമേ ഉള്ളു. ആ ഒരു നീറ്റൽ എനിക്ക് നന്നായിട്ടുണ്ട് അംബികെ. അംബിക പറയുക, അപ്പോൾ ഏത് നിമിഷം വേണമെങ്കിലും രാജുവിൻ്റെയും രമ്യയുടെയും വിവാഹത്തിൽ നിന്ന് കൂറുമാറിയേക്കും ഇല്ലേ? വേണ്ട അംബികെ, വേണ്ട. ഇവളുടെ നിർബന്ധം കൊണ്ടും പിന്നെ നിങ്ങൾ പറഞ്ഞിട്ടും കൊള്ളാവുന്ന ഏതെങ്കിലും കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും രാജുവിന് പെണ്ണു കൊടുക്കുവോ? ഒരിക്കലും പട്ടിണിയും പരിവട്ടവും മാറാത്ത ഒരു ഗതികെട്ട കുടുംബം. ആദർശം പറയാനാണെങ്കിൽ 100 നാവും. എൻ്റെ മോളുടെ തലവിധി, അല്ലാതെ എന്തു പറയാന്? അയ്യോ എൻ്റെ രുക്മിണിയുടെ വിഷമം എനിക്ക് മനസ്സിലാകും. എൻ്റെ വഴിയിൽ തടസ്സമായി നിൽക്കുന്ന രാജുവിനെ രുക്മിണിയുടെ മകളെ കൊണ്ട് തളയ്ക്കാൻ എൻ്റെ ഉദ്ദേശം നടക്കുമെങ്കിൽ രുക്മിണിയുടെ ഈ വിഷമം മാറ്റേണ്ടത് എൻ്റെ കടമ തന്നെയാ. രമ്യ കയറി ചോദിക്കുക, അയ്യോ അംബിക മേഡം എന്തുവായി പറയുന്നത്? രമ്യേ, ദണ്ട ഞങ്ങൾ മുതിർന്നവർ സംസാരിക്കുന്നുണ്ടല്ലോ. നീ കുറച്ചു നേരം സമാധാനമായി ഒന്ന് മിണ്ടാതിരിക്കുക. രുക്മിണി, നിങ്ങളുടെ മകളുടെ ഭാവി ജീവിതം സുരക്ഷിതമാക്കാനും ഇപ്പോഴിവൾ നിങ്ങളുടെ വീട്ടിൽ ജീവിക്കുന്ന അതേ സുഖത്തിലും സന്തോഷത്തിലും ഇവൾ മുന്നോട്ട് ജീവിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അതല്ലേ നിങ്ങളുടെ പ്രശ്നം? രുക്മിണി ഉടനെ പറയും, അതെ, രുക്മിണി നല്ലൊരു ബിസിനസ് മൈൻഡുള്ള ആളാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് ചെയ്തു തരുന്നതിനൊന്നും പ്രതിഫലമായിട്ടല്ല, എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞാൻ രുക്മിണിക്കൊരു തുക നൽകാം. രുക്മിണി എന്നിട്ട് ആ തുക മകൾക്ക് നൽകുകയോ മകൾക്ക് ബിസിനസ് നടത്താൻ കൊടുക്കുകയോ എന്ത് വേണേലും ചെയ്യാലോ. പക്ഷെ ഞാൻ തരുന്ന തുകയുണ്ടല്ലോ, അത് രമ്യയ്ക്ക് തന്നെ നൽകണമെന്നുള്ള ഡിമാൻഡ് മാത്രമേ എനിക്കുള്ളൂ. അയ്യോ അംബിക മേഡം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് കയറി രമ്യ പറയുമ്പോൾ രുക്മിണി പറയുക, ഡി നീ ഒന്ന് മിണ്ടാതിരിക്കടി അവിടെ. രുക്മിണി ഉടനെ ചാടിക്കേറി അങ്ങോട്ട് ചോദിക്കുക, അംബികെ പറ, അംബിക തരാൻ ഉദ്ദേശിക്കുന്ന തുക എത്രയാ? അയ്യോ അമ്മ, അങ്ങനൊന്നും ചോദിക്കാതെ. രമ്യയെ, ഞാൻ പറഞ്ഞില്ലേ, ഇത് എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി പൂർണ്ണ മനസ്സോടെ ഞാൻ തരുന്ന തുകയായത്. രുക്മിണി, ഞാൻ തരാൻ പോകുന്നത് 50 ലക്ഷം. അത് കേട്ടിട്ട് രുക്മിണിക്ക് യാതൊരു അനക്കവും ഇല്ല. രുക്മിണി ഉടനെ പറയുക, 50 ലക്ഷമോ? അത് നടക്കില്ല അംബികയെ. അംബിക പറഞ്ഞതുപോലെ തന്നെ എനിക്കെല്ലാം കച്ചവടം തന്നെ. അതുകൊണ്ട് തുകയൊക്കെ ഞാൻ പറയും. അംബിക ഒരിക്കലും പ്രതീക്ഷിച്ചില്ല രുക്മിണി ഇങ്ങനെ ചാടിക്കേറി പറയുമെന്ന്. അംബിക പറയുന്നതൊക്കെ മറ്റുള്ളവരെ കൊണ്ട് അനുസരിപ്പിച്ചല്ലേ അംബികയ്ക്ക് ശീലമുള്ളു. ഞാൻ അങ്ങോട്ട് പറയും, അംബികയെ അത് അനുസരിക്കണം എന്ന് രുക്മിണിയുടെ ആ വാക്ക് കേട്ട് അംബികയെ അങ്ങ് പകച്ചു നിന്നുപോയി. കാരണം ആരും തന്നെ ഈ അംബികയുടെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയാറില്ല. അംബികയ്ക്ക് അറിയാമല്ലോ, ഞാനൊന്നും മനസ്സ് വെച്ചാൽ അംബികയും എൻ്റെ മകളും സാക്ഷാൽ ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും രാജുവായിട്ടുള്ള രമ്യയുടെ വിവാഹം നടക്കില്ല. നിങ്ങളുടെ കുടുംബത്തിന്റെ കോടികൾ വരുന്ന ആസ്തിയുടെ കണക്കുകളൊക്കെ എൻ്റെ കാരണവന്മാര് പറഞ്ഞ് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഈ 50 ലക്ഷമൊക്കെ നിങ്ങൾക്കൊരു തുകയാണോ അംബികയെ? അംബിക അങ്ങ് ഷോക്കായി നിൽക്കുവാണ്. കാരണം രുക്മിണിയുടെ ഓരോ പറച്ചിലും അംബികയ്ക്ക് അങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട്. പക്ഷെ അത് പ്രകടിപ്പിക്കാൻ പറ്റില്ലല്ലോ. എന്നാൽ രുക്മിണി പറ, എത്ര തുകയാണ് ഉദ്ദേശിക്കുന്നത്? അംബിക പറഞ്ഞ 50 ലക്ഷമില്ലേ, അതിനോടൊപ്പം ഒരു 50 ലക്ഷം കൂടെ വേണം. അതായത് 1 കോടി രൂപയായിട്ട് എനിക്ക് ഇങ്ങോട്ട് വേണം. അങ്ങനെ ആ 1 കോടി രൂപ ഇങ്ങോട്ട് തന്നാൽ പൂർണ്ണ മനസ്സോടെ എൻ്റെ മകളുടെയും രാജുവിൻ്റെയും കല്യാണം നടത്താൻ ഞാൻ സമ്മതിക്കാം. ഇത് പറയുന്നു അംബിക. അംബിക എന്തെങ്കിലും നക്കാപ്പിച്ച കൊടുത്തങ്ങ് ഒതുക്കാന്നുള്ള പ്ലാനിലായിരുന്നു വന്നത്. കണക്കില്ലാത്ത കോടികളൊക്കെ കയ്യിലോട്ട് വരാൻ പോകുമ്പോൾ ഈ 1 കോടി എന്ന് പറയുന്നത് ഇത്രയധികം ആലോചിക്കേണ്ട കാര്യമുണ്ടോ അംബികയെ? അങ്ങനെ അംബികയ്ക്കും ചെക്ക് വെക്കാൻ ഒരാളുണ്ടായി. അംബിക മനസ്സില്ലാ മനസ്സോടെ പറയുന്നു, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. രാജുവിൻ്റെയും രമ്യയുടെയും വിവാഹത്തിന് 50 ലക്ഷം. വിവാഹം കഴിഞ്ഞ് അവരൊരു പുതിയ ജീവിതം തുടങ്ങി. എൻ്റെ വഴിക്ക് രാജു ഒരു ശല്യമാകില്ല എന്ന് എനിക്ക് പൂർണ്ണമായി ബോധ്യമായി കഴിഞ്ഞാൽ ബാക്കി 50 ലക്ഷം. അല്ല അംബികെ, ഈ പൂർണ്ണ ബോധ്യമാകുമെന്ന് വെച്ചാൽ രാജു രമ്യയുടെ വരുതിക്ക് വരുന്നുവെന്ന് എനിക്ക് മനസ്സിലായാൽ അപ്പോൾ ബാക്കി 50 ലക്ഷം. ആ ആർത്തിപ്പണ്ടാരം രുക്മിണി അങ്ങ് സമ്മതിക്കുവാണ്. വാക്കു പറഞ്ഞാൽ മാത്രം പോരാ, അഗ്രിമെന്റും വേണം. ശരി രുക്മിണി, ഈ തിരക്കുകളൊക്കെ ഒന്ന് ഒഴിയട്ടെ, എന്നിട്ട് നമുക്ക് കാര്യമായിട്ട് സംസാരിക്കാം. ഇതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നോ അംബിക മേഡം? ആവശ്യം ഉണ്ട് രമ്യയെ. നീ ഇപ്പോൾ അമ്മയെ വിളിച്ചോണ്ട് വീട്ടിലേക്ക് ചെല്ല്, ഞാൻ പിന്നെ നിന്നെ വിളിച്ചോളാം. ആ സമയത്ത് അംബികയ്ക്ക് ദീപക്കിന്റെ ഫോൺ വരുന്നുണ്ട്. ഇവക്കെ എന്തായിടാ, പത്മാവതി താമസിക്കുന്ന എവിടാന്ന് നിനക്ക് മനസ്സിലായോ? ഇല്ലമ്മേ, ഇവിടൊക്കെയുള്ള ഒഴിഞ്ഞു കിടന്ന വീട്ടിൽ വന്ന് പുതിയതായി താമസിക്കുന്നവരെ ഞാൻ ഈ കര മുഴുക്ക തെരഞ്ഞു. പക്ഷെ ഇവിടെ എങ്ങും എനിക്ക് അവരെ കാണാൻ കഴിഞ്ഞില്ല. ഞാൻ എൻ്റെ കുറെ ഫ്രണ്ട്സിനെയും ഏൽപ്പിച്ചിട്ടുണ്ട് ഇക്കാര്യം. ആ പത്മാവതി എവിടെയാണെങ്കിലും ഞാൻ അവരെ ഉടനെ കണ്ടുപിടിച്ചിരിക്കും. എന്നാൽ ശരി ദീപക്കെ, എങ്കിൽ നീ തൽക്കാലം വീട്ടിലോട്ട് പോരെ, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അങ്ങനെ അംബികയും മോനും കൂടെ അടുത്ത കുതന്ത്രങ്ങൾ മെനയാൻ പോന്നു.
രാജുവിൻ്റെ വീട്ടിലാണെങ്കിൽ വേണു ഇരുന്നുകൊണ്ട് മനസ്സിൽ പറയുക, എങ്ങനെയെങ്കിലും രാജുവിനോട് സംസാരിച്ച് അവൻ്റെ മനസ്സ് മാറ്റണം. ദീപക്കുമായുള്ള ഹൃദയ മേഡത്തിൻ്റെ വിവാഹം രാജു ഒന്ന് മനസ്സ് വെച്ചാൽ വളരെ നിസ്സാരമായിട്ട് മുടക്കാൻ പറ്റും. ഇങ്ങോട്ട് രാജു ഫോൺ ചെയ്തുകൊണ്ട് വരുവാണ്. സന്ദീപേ, ഞാൻ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ, പൂക്കളെല്ലാം ഫ്രഷ് ആയിരിക്കണം. പിന്നെ വാടിയ പൂക്കളോ പ്ലാസ്റ്റിക് പൂക്കളോ കൊണ്ടുള്ള ഒരു ഡെക്കറേഷനും പാടില്ല. വേണുവിനെ കണ്ടിട്ട് പെട്ടെന്ന് രാജു, ശരി എന്നാൽ ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാൻ പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്യുവാണ്. വേണു അത് കണ്ടിട്ട് ചോദിക്കുന്നു, എന്തിനാ നീ കോള് കട്ട് ചെയ്തത്? നിന്നെ ഇവിടെ ആരും തടയുകയോ തടസ്സപ്പെടുത്തുകയോ ഒന്നുമില്ലല്ലോ. നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളും ഉത്തരവാദിത്തമുള്ള കാര്യങ്ങളും ഒക്കെ നീ അങ്ങ് ചെയ്യും. നീ ചെയ്തോ, പക്ഷെ എന്നെ കണ്ട് കോള് കട്ട് ചെയ്ത് ബഹുമാനം കാണിക്കാനോ അതോ ഞാൻ വഴക്ക് പറയുമെന്ന് ഓർത്തിട്ടോ? അച്ഛാ, അത് ഞാൻ വേണ്ട രാജു, നിന്റെ വിശദീകരണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ എൻ്റെ മാനസിക ബുദ്ധിമുട്ട് കൊണ്ട് അറിയാതങ്ങ് പറഞ്ഞു പോയതാ. പക്ഷെ ഒരു കാര്യം അച്ഛന് നിന്നോട് പറയാനുണ്ട് മോനെ. ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനോടുള്ള വിശ്വാസം അത് വളരെ മഹത്തായ ഒരു കാര്യമാണ്. അത്രയും സുഖസൗകര്യങ്ങൾക്കിടയിൽ വളർന്ന ആ മന്ത്രിപുത്രിയുടെ നിന്നോടുള്ള വിശ്വാസത്തിന്റെ വിത്ത് പാകിയത് നീ തന്നെയാ. രാധമ്മയും അങ്ങോട്ട് വന്ന് ഇതെല്ലാം കേൾക്കുവാണ്. രാജു, അങ്ങനെയല്ലെന്ന് നിനക്കെന്നോട് പറയാൻ പറ്റുമോ? നീ എന്തിനും ഏതിനും കൂടെ ഉണ്ടാകുമെന്നുള്ള ധൈര്യമാണ് ആ കുട്ടിക്ക് നിന്നോടുള്ള ഇഷ്ടമായി മാറിയത്. അത് ചിലപ്പോൾ ആ കുട്ടിയുടെ തെറ്റായിരിക്കാം, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ആ കണ്ണിൽ ചോരയില്ലാത്ത ആ അമ്മയുടെ മകനുണ്ടല്ലോ, വെറും തെമ്മാടിയായ ദീപക്, അവൻ്റെ കയ്യിലോട്ട് ആ പാപം മേഡത്തിൻ്റെ ജീവൻ വിട്ടുകൊടുക്കുന്നവരുടെ കൂട്ടത്തിൽ നീയും ഉണ്ടാകരുത് മോനെ. അങ്ങനെ ഉണ്ടായാൽ ആ പാപം പെൺകുട്ടിയുടെ ശാപം നിനക്കുണ്ടാവും മോനെ. രാധമ്മ പറയുക, അച്ഛൻ പറഞ്ഞത് ശരിയാ മോനെ. എന്ത് പ്രശ്നം ഉണ്ടായാലും നീ കൂടെ ഉണ്ടാകുമെന്നുള്ള ധൈര്യമായിരുന്നു ഹൃദയമോൾക്ക്. നീ ആയിരുന്നു അവളുടെ ആശ്വാസം. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ആ ഹൃദയമോളെ നീ ആ കൊള്ളരുതാത്തവൻ്റെ കയ്യിൽ ഏൽപ്പിക്കരുത്. ആ പാവത്തിൻ്റെ ജീവിതം അവൻ്റെ കൂടെ നരകമായിരിക്കും. രാജു മോനെ, നീ ഞങ്ങൾ അമ്മയും അച്ഛനും പറയുന്നത് നീ ഒന്ന് നന്നായിട്ട് ആലോചിച്ച് നോക്ക്. രണ്ടുപേരുടെ അടുത്ത് ഒന്നും പറയാൻ പറ്റാതെ രാജു ഇങ്ങനെ വിഷമിച്ചവിടെ നിൽക്കുവാണ്. പാവമല്ലേടാ നിന്റെ ഹൃദയ മേഡം. അപ്പോഴാ സമയത്ത് രുക്മിണിയും മോളും കൂടെ അങ്ങോട്ട് കയറി വരുവാണ്. രുക്മിണി ചോദിക്കുന്നു, എന്താ എല്ലാവരും കൂടെ ഒരു ചർച്ച? എന്താ രാധമ്മേ, എന്താ കാര്യം? രുക്മിണി, അത് അയ്യോ, രാജുവിൻ്റെ മുഖത്തെന്താ ഒരു വാട്ടം, ആകെ ഒരു ക്ഷീണമാണല്ലോ. എന്ത് പറ്റി രാജു? എനിക്ക് ക്ഷീണമൊന്നുമില്ല. ഋതികയുടെ വിവാഹത്തിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും രാജുവിനെയാണല്ലോ വർമ്മ സാർ ഏൽപ്പിച്ചിരിക്കുന്നത്. രമ്യ എന്നോട് പറഞ്ഞു. നീറി പുകഞ്ഞു നിൽക്കുന്നവന്റെ മുറിവിലോട്ട് ഒരു കുത്തുകൂടെ കുത്തുവാണ് രുക്മിണി. എന്നാലും മോന്റെ മനസ്സ് ആന്റി സമ്മതിച്ചു. വർമ്മ സാറിനോടുള്ള നന്ദി കാണിക്കാൻ വേണ്ടി വർമ്മ സാറിന്റെ മകളുടെ നിർബന്ധത്തിന് വഴങ്ങി കുറെ കാലത്തേക്ക് ഒരു പോറല് പോലും ഏൽപ്പിക്കാതെ നോക്കിയില്ലേ? എന്തൊരു തങ്കപ്പെട്ട മനസ്സാ മോൻ്റെത്. ഇങ്ങനെയുള്ള ഒരു മോനെ കിട്ടുന്നതിന് രാധമ്മയും വേണുചേട്ടനും എത്ര ഭാഗ്യമുള്ളവരാ. ആഹാ, എല്ലാവരും ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ജയൻ അങ്ങോട്ട് കയറി വരുന്നുണ്ട്. എന്താ രുക്മിണിയമ്മേ പതിവില്ലാതെ ഇങ്ങോട്ടൊക്കെ? ജയൻ ഋതികയുടെ കല്യാണം കൂടാൻ വന്നതായിരിക്കുമല്ലേ? അതെ. പുതിയ ബിസിനസ്സൊക്കെ എങ്ങനെ പോകുന്നു ജയ? പണത്തിന് വല്ല ആവശ്യമുണ്ടെങ്കിലേ ഈ രുക്മിണി ആൻറ്റിയോട് ചോദിക്കാൻ മടിക്കല്ലേ. ഒന്നുമില്ലെങ്കിലും നമ്മൾ ബന്ധുക്കളല്ലേ ജയൻ മോനെ. പെട്ടെന്ന് വേണുവേട്ടൻ ചോദിക്കുക, അത് ഏത് വകയിൽ? എൻ്റെ മകൻ ഗിരീഷ് നിങ്ങളുടെ മകൾ ശ്രീലക്ഷ്മിയല്ലേ വിവാഹം കഴിച്ചിരിക്കുന്നത്? അപ്പം നമ്മൾ ബന്ധുക്കളല്ലേ. എന്നിട്ട് ശ്രീലക്ഷ്മി എവിടെ രുക്മിണി താമസിക്കുന്നത്? നിങ്ങളുടെ വീട്ടിലുണ്ടോ? വഴക്ക് പറഞ്ഞ് നിങ്ങളവരെ ഇറക്കി വിട്ടില്ലേ? വഴക്ക് പറയും, ഇനിയും വഴക്ക് പറയും. അതെന്തിനാ? അവർ നന്നാകാന്. അവരങ്ങനെ വാശിയോടെ ജീവിച്ചാൽ അവർക്ക് ഉയർച്ച ഉണ്ടാകുമെന്ന് ഓർത്തല്ലേ ഞാൻ അവരെ വഴക്ക് പറഞ്ഞത്. രുക്മിണിയാ പറഞ്ഞത് കേട്ട് അവർക്കൊക്കെ ചിരി വരുന്നുണ്ട്. പക്ഷെ അവരൊക്കെ അങ്ങനെ ചിരി അടക്കി നിൽക്കുവാണ്. എനിക്ക് എൻ്റെ മോനോടും അവൻ്റെ പെണ്ണിനോടും ഒരു വെറുപ്പുമില്ല. പുറമേ നിന്ന് നോക്കിയാൽ കരിങ്കല്ലാണ് രുക്മിണിയുടെ മനസ്സെന്ന് തോന്നിയാലും എൻ്റെ മനസ്സ് കൊച്ചു കുഞ്ഞുങ്ങളുടെ പോലെയാ എന്നൊക്കെ ആവശ്യമില്ലാതെ കുറച്ച് കോമഡികളൊക്കെ രുക്മിണി അവിടെ തട്ടിവിടുന്നുണ്ട്. അതൊക്കെ കേട്ടിട്ട് സഹിക്കാൻ വയ്യാതെ വേണുവേട്ടൻ പറയാ, രുക്മിണി വന്ന കാര്യം എന്താന്ന് വെച്ചാൽ പറ. വേറെന്താ വേണുചേട്ടാ, എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ മകൾ രമ്യയുടെയും രാജുവിൻ്റെയും വിവാഹം കാണണം. രാധമ്മ ചോദിക്കും, അല്ല ഇത്ര വേഗം വിവാഹം നടത്തണമെന്ന് പറഞ്ഞാൽ എങ്ങനെ? രമ്യ പറയുക, അയ്യോ കല്യാണ ചെലവിൻ്റെ കാര്യങ്ങളൊക്കെ ഓർത്താണെങ്കിൽ രാധമ്മയും വേണുവെങ്കിലും ഒന്നും വിചാരിക്കണ്ട, അതൊക്കെ എൻ്റെ അമ്മ നോക്കിക്കോളൂ. ശരിയാ, കല്യാണ ചെലവെല്ലാം ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ രാജുവിനെ ഞങ്ങൾക്ക് തന്നാൽ മതി. വേണുവേട്ടൻ പറയുക, അതൊന്നും ശരിയാവില്ല, ഞങ്ങൾക്ക് ആലോചിക്കാൻ കുറച്ച് സമയം വേണം. പെട്ടെന്ന് പ്രിയ പറയുക, എല്ലാം നിങ്ങൾ തന്നെ അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? എൻ്റെ അനുജൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് അവൻ ഇതുവരെ ഞങ്ങളോട് ആരോടും പറഞ്ഞിട്ടില്ല.
ജയൻ പറയാ, പ്രിയേ, മുതിർന്നവർ സംസാരിക്കുമ്പം കയറി ഇടപെട്ട് സംസാരിക്കരുത് നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടടി. രാജു പറയുക, അളിയൻ എന്തിനാ ചേച്ചിയെ വഴക്ക് പറയുന്നേ? ചേച്ചി പറയുന്നതും കാര്യമല്ലയോ? എന്ത് കാര്യമോ രാജു? അളിയൻ്റെ കൈ ഇങ്ങോട്ട് തന്നെ. എന്തിന്? അളിയൻ്റെ കൈ ഇങ്ങോട്ട് തന്നെ എന്നും പറഞ്ഞ് രാജുവിൻ്റെ കൈ ഇങ്ങോട്ട് പിടിച്ചിട്ട് ജയൻ രമ്യയുടെ കൈയുമായിട്ട് കൂട്ടിച്ചേർത്തങ്ങ് പിടിക്കുവാണ്. അളിയൻ എന്തുപോയി കാണിക്കുന്നത് എന്ന് പറഞ്ഞ് രാജു കൈവിടാൻ നോക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ജയൻ പറയാം, ദാണ്ടെ ഞാൻ വാക്ക് തരുന്നു. രുക്മിണി ആൻറ്റി, നിങ്ങൾ പറയുന്ന മാസത്തിൽ, പറയുന്ന ദിവസത്തിൽ, നിങ്ങൾ പറയുന്ന മുഹൂർത്തത്തിൽ കൈവിട്ടേന്നും പറഞ്ഞ് പെട്ടെന്ന് രാജു കൈ വലിച്ചങ്ങ് മാറ്റുവാണ്. രാധമ്മ ചോദിക്കുന്നത്, ജയ നീ എന്തുവായി കാണിക്കുന്നത്? പേണിവെട്ടനാണെങ്കിൽ നീ എന്തുവാടായി കാണിച്ചതെന്നും ജയനെ അടിക്കാനായിട്ട് ചെല്ലുവാണ്. അച്ഛാ, ഒന്ന് സമാധാനപ്പെടും. രുക്മിണി ആൻറ്റിക്കും രമ്യയ്ക്കും ഇപ്പം സന്തോഷവും സമാധാനവും ആയോ? ഇനി നിങ്ങൾ വീട്ടിലോട്ട് പോയിക്കോ. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഈ ജയൻ ഏറ്റ് എന്നും പറഞ്ഞ് അവരെ പറഞ്ഞു വിടുവാണ് ജയൻ. എന്താണ് ഈ അളിയൻ ഈ കാണിച്ചത്? എല്ലാവരുടെയും ചോദ്യങ്ങൾക്ക് പെട്ടെന്ന് ജയൻ പറയുക, നിങ്ങളെല്ലാവരും ഞാൻ പറയുന്നത് ഒന്ന് കേക്ക് എന്നും പറഞ്ഞ് ജയൻ കാര്യങ്ങൾ പറയുവാണ്. രമ്യ എന്നെ നേരിട്ട് വന്ന് കണ്ട് രാജുവിനെ അവൾ വിവാഹം കഴിക്കുന്നതിന് കൂട്ടുനിന്നാൽ എനിക്ക് കുറച്ച് പണമൊക്കെ തരാമെന്ന് പറഞ്ഞു. ജയൻ ഇങ്ങനെ പറയുന്നത് കേട്ട് എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ജയൻ ഒരിക്കലും ഈ കല്യാണത്തിന് കൂട്ടു നിൽക്കില്ല. ജയൻ രമ്യ പറ്റിച്ചതാണെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇനി ഇതിൻ്റെ അടുത്ത വീഡിയോയുമായി നാളെ കാണാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.